സംസ്ഥാന യുവജനക്ഷേമ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കരുവാരകുണ്ട് ക്ലബ്ബ് അസോസിയേഷൻ വിവിധ ക്ലബ്ബുകളിൽ നിന്നും ശേഖരിച്ച 200-ൽ പരം പുതപ്പുകൾ അങ്ങാടി യുവതാ ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ യുവജനക്ഷേമ വകുപ്പ് കോർഡിനേറ്റർ ശ്യാം കെ പ്രസാദ് ഏറ്റുവാങ്ങി. കരുവാരകുണ്ടിലെ ക്ലബ്ബ് കൂട്ടായ്മയിൽ നിന്ന് ഒരു ദിവസം കൊണ്ടാണ് 200-ൽ പരം പുതപ്പുകൾ ശേഖരിച്ച പുതപ്പുകൾ ക്ലബ്ബ് അസോസിയേഷൻ പ്രതിനിധികൾ മുണ്ടേരി ആദിവാസി ക്യാമ്പിൽ എത്തിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശൈലേഷ് പട്ടിക്കാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗം നുഹ്മാൻ പാറമ്മൽ, സാദിഖ് പാറമ്മൽ, ജാഫർ പുൽവട്ട, ജലീൽ പുത്തനഴി, ക്ലബ്ബ് അസോസിയേഷൻ ഭാരവാഹികളായ കുഞ്ഞുട്ടി, ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു. കരുവാരക്കുണ്ടിൻ്റെ കൂട്ടായ്മയാണ് ഇന്നിവിടെ കാണുന്നത്. ഇതിന് നേതൃത്വം നൽകിയ നമ്മുടെ ക്ലബ്ബ് അസോസിയേഷനാണ്. കഷ്ടപ്പെടുന്നവരെ കൂട്ടിപ്പിടിക്കുന്ന ഒരു മനസ്സാണ് എന്നും കരുവാരക്കുണ്ടിലെ ജനങ്ങൾക്കുള്ളത്. വയനാട്ടിലെ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ തയ്യാറായി നിന്ന എൻ്റെ പ്രിയപ്പെട്ട കരുവാരക്കുണ്ടുകാരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഇതിനു വേണ്ടി നേതൃത്വം നൽകിയ ക്ലബ്ബ് അസോസിയേഷനും അതിനെ ആഹ്വാനം ചെയ്ത മറ്റ് ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഏറ്റവും അഭിമാനകരമായ ഒരു സമയത്താണ് ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. കാരണം നമ്മുടെ നാട് ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട സമയത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ ഈ നാടാകെ ഒറ്റക്കെട്ടായി ഈ നാടിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് കരുവാരകുണ്ടിലെ ഈ വിവിധ ക്ലബ്ബുകളുടെ ഒരു കൂട്ടായ്മ, ക്ലബ്ബ് കോർഡിനേഷൻ എല്ലാവർക്കും മാതൃകയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ഈ ഒരു ക്ലബ്ബ് കോർഡിനേഷൻ കമ്മിറ്റി ഈ പ്രദേശത്തെ വിവിധ ക്ലബ്ബുകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. ആ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എന്താണോ ആവശ്യം വരുന്നത്, ആവശ്യമായ കാര്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒരു നാടിനെയാകെ ഉപയോഗപ്പെടുത്തി നിർവഹിക്കുകയാണ്, അത് ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും തുടർന്നുണ്ടായിട്ടുള്ള അതിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ നാട് അനുഭവിക്കുന്നു. ആ ഘട്ടത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജില്ലയിലും മലയോര മേഖലയിൽ ധാരാളം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത്തരത്തിൽ അവർക്ക് ആവശ്യമായി വന്ന ചില കാര്യങ്ങൾ നമ്മോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എന്ന നിലയിൽ അതിൻ്റെ കോർഡിനേറ്റർമാരോട് വിവരങ്ങൾ അറിയിച്ചതിൻ്റെ ഭാഗമായി ഇവിടെ ഫർഹാൻ ഇവിടെ നമ്മുടെ കോർഡിനേറ്ററാണ്. അവർ ഈ ക്ലബ്ബ് കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി ഒരു 4-5 മണിക്കൂർ കൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് ഇതാ ഇവിടെ ഈ കാണുന്ന 200-ലധികം വരുന്ന നല്ല ഈ തണുപ്പത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല കട്ടിയുള്ള പുതപ്പുകൾ. അത് ഈ നാടിൻ്റെ ഒരു സ്നേഹമാണ്. എന്താണ് ഒരു നാടിൻ്റെ കരുത്ത് എന്ന് ചോദിച്ചാൽ ഇതാ ഈ കൂടി നിൽക്കുന്ന ഈ കൂട്ടമാണ്. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേയുള്ള ഈ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ നാടിൻ്റെ കരുത്ത്. ആ കരുത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഈ നാട് ഉയർത്തെഴുന്നേൽക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കരുവാരകുണ്ടിൻ്റെ ക്ലബ്ബ് കൂട്ടായ്മയെപ്പറ്റി നമുക്ക് ആർക്കും പറയേണ്ട ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 200-ലധികം പുതപ്പുകൾ നമ്മുടെ പോത്തുകല്ല് അധിനിവേശ ക്യാമ്പിലേക്ക് സംഭാവനകൾ ചെയ്ത കരുവാരകുണ്ടിലെ മുഴുവൻ ക്ലബ്ബ് കൂട്ടായ്മയുടെ പ്രവർത്തകരെയും ക്ലബ്ബിലെ അംഗങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഈ സമയത്ത് മുക്തകണ്ഠം പ്രശംസിച്ചു. യുവജനക്ഷേമ വകുപ്പിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കരുവാരകുണ്ട് ക്ലബ്ബ് അസോസിയേഷൻ, കരുവാരകുണ്ടിലെ മുഴുവൻ ക്ലബ്ബുകളുടെയും കൂട്ടായ്മ നമ്മുടെ ദുരന്ത ബാധിതരായിട്ടുള്ള സഹോദരങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഒരു തലോടൽ എന്ന നിലക്കുള്ള പുതപ്പുകൾ ശേഖരിച്ചിട്ടുണ്ട്. അവരാവശ്യപ്പെട്ടത് നമ്മളോട് ഏകദേശം ഒരു 200ഓളം പുതപ്പുകളാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് കളക്ട് ചെയ്തതിൽ മുഴുവൻ പഞ്ചായത്തുകളെയും അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ പുതപ്പുകൾ നമുക്കൊരു കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് കരുവാരകുണ്ടിലെ ക്ലബ്ബുകളുടെ കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ, ആപൽ ഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കും. ഇനിയും നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, വയനാട് മേഖലയിൽ ദുരന്തമുണ്ടായത് എല്ലാവർക്കും അറിയാം. അവിടേക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവർക്ക് വേണ്ട പുതപ്പുകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കരുവാരകുണ്ടിലുള്ള മുഴുവൻ ക്ലബ്ബുകളും ഇതിന് സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കൈമാറ്റ ചടങ്ങാണ് ഇവിടെ നടന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടത് ഏകദേശം 200ഓളം കട്ടിയുള്ള പുതപ്പുകളാണ്. പക്ഷേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കരുവാരകുണ്ടിലെ വിവിധ ക്ലബ്ബുകൾ ജസ്റ്റ് ഒരു വോയിസിലൂടെ മാത്രം ഏകദേശം 230-ലധികം പുതപ്പുകൾ ഞങ്ങളിവിടെ ഈ സമയത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇവിടെ ആവശ്യപ്രകാരം
ഈ ക്യാമ്പിൽ നമ്മൾ തന്നെ കൊണ്ടുപോയി നേരിട്ട് കൈമാറുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ ഈ സമയത്ത് ഈ ചടങ്ങിൽ പങ്കെടുത്ത കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ ബ്ലോക്ക് മെമ്പർ നൂമാൻ പാലിയേറ്റീവ് പ്രസിഡന്റ് ഏറ്റവും അതിലൊക്കെ അധികം ഞങ്ങളോട് ഈ കാര്യം ആവശ്യപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ യുവജനക്ഷേമ ബോർഡിൻ്റെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട ഷ്യാം അടക്കമുള്ളവരുടെ എല്ലാവരെയും ഇതുമായി സഹകരിച്ച മുഴുവൻ ക്ലബ്ബുകൾക്കും കരുവാരകുണ്ട് ക്ലബ്ബ് അസോസിയേഷൻ്റെ പ്രത്യേകം നന്ദി അറിയിച്ചു. അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ, ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം. എല്ലാം ഒരു കുടക്കീഴിൽ. അനാർക്കലി, സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം. നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ്. സ്കൂൾ ബാഗുകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിംഗ് ബാഗുകൾ, സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗ്യാരണ്ടി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി, കരുവാരകുണ്ട്, കിഴക്കേതല.